ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഗോതമ്പൊടിയും ശർക്കരയും ഏത്തപ്പഴവും കൂടി വെച്ചിട്ടൊരു പലഹാരം ഉണ്ടാക്കിയെടുക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ കപ്പിൽ തന്നെ 2 കപ്പ് ശർക്കരപ്പൊടി കൂടി 2 കപ്പ് വെള്ളം ചേർത്തിട്ടൊന്ന് പാനിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ശർക്കരപ്പാനി നമുക്ക് ചെറു ചൂടോടുകൂടി ഈ ഗോതമ്പ് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഏത്തപ്പഴമാണ്. അപ്പോൾ 2 മീഡിയം സൈസിലെ ഏത്തപ്പഴം ചെറുതായി അരിഞ്ഞിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുകൂടി നമുക്ക് ഈ മാവിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഏലക്കപ്പൊടിയാണ്. 1 സ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കൊരു നെയ്യ് തടവിയ പ്ലേറ്റിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ 2-3 ഏത്തപ്പഴത്തിൻ്റെ കഷ്ണം കൂടി അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇത് വെച്ചൊരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.